നമ്മളെ നാട്ടിൽ കല്യാണം വരുമ്പോൾ ഒരു വാപ്പയും പറയൂല ഒരു മൈലാഞ്ചി കല്യാണം വേണമെന്ന്, അല്ലെങ്കിൽ ഒരു ഹൽദി വേണം, ഹുൽദി വേണം, മെഹന്തി വേണം, മഞ്ഞ കല്യാണം. അന്ന് കല്യാണത്തിന്റെ തലേന്ന് മരക്കളും വേറെ കുട്ടികളൊക്കെ മഞ്ഞ ഡ്രസ്സ്, കത്തുന്ന ബൾബുകൾ മുഴുവനും മഞ്ഞ, ഈ ട്യൂബുകളൊക്കെ മഞ്ഞ കളറ്, അന്ന് ഉണ്ടാക്കുന്നത് മുഴുവനും മഞ്ഞ. അതിനുവേണ്ടി ആ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് എല്ലാവർക്കും മഞ്ഞ ഡ്രസ്സ്. പിന്നെ എടുക്കൂല. 10-80 വയസ്സായ തള്ളനകൂ പോലും പിന്നെ ടെക്സ്റ്റൈൽസിലേക്ക് പോയിട്ട് ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ടൈം ചെലവഴിക്കുകയാണ്. പിന്നെ എടുക്കൂല. ആ പൈസ വെറുതെ. ഇതാര് പറയണതാ? വാപ്പ പറയണതല്ല. നിക്കാഹ് കഴിച്ചു വെക്കാൻ പറ്റുന്ന കാതേറോ ഖത്തീബ് പറയണതല്ല, തള്ള പറയേണ്ടതാണ്, അല്ലെങ്കിൽ മരോള് പറയേണ്ടതാണ്. നബിതങ്ങൾ പറഞ്ഞു, സയഅതിഅലാ ഉമ്മത്തി സമാൻ, എന്റെ ശേഷം ഒരു കാലം വരാനുണ്ട്, യകൂന ഹലാഖു റജുൽ, ഒരു പുരക്കാരൻ നശിച്ച് കുളം തോണ്ട് ആഖിർ നശിക്കല്, അലാ യദി ഇംറഅതിഹി വബുൽദി, അവന്റെ കെട്ടിയോളും കുട്ടിയോളും പറയണത് കൊണ്ടായിരിക്കും. അവന്റെ കെട്ടിയോക്കും കുട്ടിയോക്കും അനുസരിച്ചുകൊണ്ട്, അവന്റെ ഭാര്യയും മക്കളും പറഞ്ഞനുസരിച്ച് അവരെ നീ വെറുതെ ആക്കണ്ട, അവര് പറഞ്ഞ് കേട്ടുകൊടുക്കുക എന്ന് കരുതിയിട്ട് അവര് പറഞ്ഞത് കേട്ടിട്ട് ആ കുടുംബം അത് നശിച്ചു പോകും. അങ്ങനത്തെ കാലം